എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന തമിഴ്നാട്ടിലെ കൂടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മൾ കൊല്ലത്തുനിന്ന് ശനിയാഴ്ചയാണ് പുറപ്പെട്ടത്. ശനിയാഴ്ച വെളുപ്പിന് 4:15 4:20 ആ സമയത്തൊക്കെയാണ് നമുക്ക് ബസ്സുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കയറുവാണെങ്കിൽ ഏറ്റവും ബെറ്റർ നമുക്ക് സീറ്റ് പെട്ടെന്ന് കിട്ടും. പിന്നത്തെ വിഷയം നമുക്ക് അവിടെ നിന്ന് നമ്മൾ നേരെ വരുമ്പം അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ നിന്ന് കയറുന്നവരെ ശ്രദ്ധിക്കുന്ന പറയുമ്പോൾ സീറ്റ് ആളില്ലാന്നുണ്ടെങ്കിൽ സീറ്റ് കിട്ടും. ഇനിയിപ്പോൾ അങ്ങോട്ട് തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ശബരിമലയുടെ സീസണൊക്കെ വരുന്നുണ്ട്, നല്ല തിരക്കാണ് ഇങ്ങനെ അല്ല വെളുപ്പിന്. അപ്പോൾ നമ്മൾ ആ വഴി നേരെ വരുമ്പോഴത്തേക്ക് അടൂർ കുണ്ട്ര അങ്ങനെ പത്തനംതിട്ട ഡയറക്റ്റ് പിന്നെ നമ്മളെ വണ്ടിപ്പുര വന്നിട്ട് കുമളിലാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന കുറച്ച് ബസ് സ്റ്റോപ്പിലൊക്കെ നമ്മൾ നിന്നിട്ടുള്ള ടൈമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കെല്ലാം കിട്ടില്ല. അപ്പോൾ അതൊന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. നമ്മൾ കുമളി ബോർഡർ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്കിനി ബസ് കയറണമെന്നുണ്ടെങ്കിൽ ബോർഡർ കടന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറുമ്പോൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഹിൽസ് ഏരിയയാണ്. അപ്പോൾ ആ മലയുടെ ഒക്കെ താഴെക്കൂടെയാണ് കയറി വരുന്നത് തന്നെ. അപ്പം അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എല്ലാം മുന്നോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്താൽ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ല് എനേബിൾ ചെയ്ത് നമ്മൾ വീഡിയോസൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. നമ്മളിപ്പോൾ അടുത്ത് പോകാൻ പോകുന്നത് നമ്മുടെ തൊട്ടിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഷെയർ ഓട്ടോയാണ് കേട്ടോ പോയപ്പം പോകുന്ന ആ വഴി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ളും മൊത്തം മലകളാണ് ചുറ്റിനും. അതോടൊപ്പം അതിൻ്റെ സെൻറ്ററിലാണ് ഈ റോഡ് വരുന്നത്. അതിനെയും കാട്ടി ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഫുള്ളും കൃഷിയിടങ്ങൾ, മാവ്, അതുപോലെ നമ്മളെ ഈ കത്രിക്ക, വെജിറ്റബിൾസിൻ്റെ ഫുള്ളും ഇതിനകത്തുണ്ട്. അപ്പം നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നമ്മൾ നിർത്തി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ ആ ഒരു പോകുന്ന വഴി തന്നെ ഫുള്ള് എടുത്തുകൊണ്ടാണ് ഈ പോകുന്നത്. അതോടൊപ്പം നമ്മൾ ഈ പോകുന്ന വഴി നമ്മൾ ഈ ശബരിമല സീസണൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ട് പോയി തുടങ്ങുന്നുണ്ട്. നമ്മളങ്ങനെ കറക്റ്റ് ആ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. പോയിന്റ് വരുമ്പോൾ ഉള്ള ആ ഒരു വ്യൂ പോയിന്റ് വേറെ ലെവലാട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ തന്നെ ഫുള്ളും കോളമഞ്ഞ് നിറഞ്ഞ് അതിനകത്തുകൂടി കറക്റ്റ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫാൾസ് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. നല്ലൊരു വ്യൂ പോയിന്റാണ്. അതിനിടയ്ക്ക് ഫുള്ളും കോടമഞ്ഞാട്ടോ, വേറെ ലെവല്. അതിൻ്റെയൊക്കെ ഈ ഒരു സെൻട്രലായിട്ടാണ് നമ്മളെ ഈ ഒരു തൊട്ടിപ്പാലം വരുന്നത്. വേറൊരു ലെവലാണ്. അത് അത്യാവശ്യം നമ്മൾ ഈ തമിഴ്നാട്ടിലുള്ള മിക്ക ആൾക്കാർക്കും ഈ ഒരു വ്യൂ പോയിന്റ് അറിയാം. അപ്പം കേരളത്തിലുള്ളവരൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. എന്നാലും കറക്റ്റ് ഒരു ലൊക്കേഷൻ നമുക്ക് തൊട്ടിപ്പാലം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ആസ്വദിക്കാം. വെറുതെ ഇടയ്ക്ക് തിന്നാൻ നേരം വാങ്ങിച്ചോണ്ട് വന്നു.
என் காலில் தான் இருக்கு. முங்கிடக்கூடாது. டேய் ராமே திரும்பி வர்றான். தொட்டு போயிடும். ஓட்ட ஆயிருமாமே. பரிசு வாங்குறேன் போயிட்டான். இல்லையா அடுத்த புல்லுதான் போச்சு. புல்லுங்கானா வைக்கலுங்கானா மாடுக்கு நீச்சல் கொடுப்பான். வடிவு கணக்கா எத்தனை கிலோமீட்டருக்கு அடி கிடக்கும். இல்லை ராகுல் எடுத்துட்டான். வாப்பா அப்படியே வாயாங்கிட்டே வா அப்படியே ரெஸ்ட் பிளேஸ் இங்கே தான் இருக்கு. வா அங்கே கொண்டு போ. அப்படி ஏற மாட்டேன். அப்படி ஏற முடியாது. ഗായ്സ്, അപ്പോൾ നമ്മളവിടെ ഇവിടുത്തെ തൊട്ടിപ്പാലത്ത് വന്ന കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് പറയുമ്പോൾ ഇവിടെ നല്ല ആഴമുണ്ട്, ഇറങ്ങാൻ പറ്റത്തില്ല, നല്ല ഒഴുക്ക, പിടിച്ചാൽ നിൽക്കത്തില്ല. അപ്പോൾ ഈ നിൽക്കുന്ന എല്ലാവരും നീന്തലറിയാവുന്നവരാട്ടോ. അപ്പോൾ ഈ എൻഡ് വരെ ഉണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ചുകൂടി സൂം ചെയ്ത് കാണിച്ചിട്ടാ കേട്ടോ. ഇതിനകത്ത് ഇപ്പോൾ ഈ നിൽക്കുന്ന എല്ലാവരും നീന്തലറിയാവുന്നവരാ. നല്ല ആഴമുണ്ട് കേട്ടോ. ഈ ഒരു ടേബിളുണ്ടോ, ഈ അടി പാലത്തിന് ഇത്ര ഫുള്ളുണ്ട്. കുറച്ച് റിസ്ക്കാണ്. വീഡിയോ താണോ, വീഡിയോ എടുക്കറേ, വീഡിയോ ഗായ്സ്. അപ്പോൾ നമ്മുടെ തൊട്ടിപ്പാലത്താണ്. അപ്പോൾ കുളിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഹൈ റിസ്ക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആഴമുണ്ട്, അതുപോലെ നല്ല ഒഴുക്കുമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് കുറച്ച് നേരമൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഒരു വ്യൂ പോയിന്റ് പറയുമ്പം ഇത് തൊട്ടിപ്പാലത്തിൻ്റെ സെൻറ്റർ കാണുന്ന ഫുള്ളും മലയാട്ടോ. ഫുള്ളും കോടമഞ്ഞ് വെച്ച് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോടമഞ്ഞില്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴുകുന്ന ഒരു ഇതെല്ലാം കാണിക്കാമായിരുന്നു. ഈ ഒരു ലൈറ്റായിട്ട് അതിനകത്ത് നമുക്ക് കാണുന്നുള്ളൂ. ചെറുതായിട്ടുള്ള കേട്ടോ, പക്ഷെ കാണുമ്പോൾ നല്ല കിടിലൊരു വ്യൂ പോയിന്റ് ആട്ടോ ഇവിടുന്ന്. അപ്പോൾ നോർമലി തമിഴ്നാട്ടിലുള്ള മിക്ക ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. ഒരു അത്ര വലിയൊരു ഫേമസ് അല്ലെങ്കിലും ഇവിടെ ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് ഇവിടെ. അപ്പം ഈ അതായത് നമ്മളൊരു മെയിൻ റോഡിൽ നിന്ന് വരുന്ന വഴി തന്നെ ഇച്ചിരി അകത്തോട്ട് ബൈ റൂട്ടാട്ടോ വരുമ്പം നമുക്ക് ഈ കനാലിൻ്റെ സെൻറ്ററിൽ നിന്ന് മലകളും അതുപോലെ ഈ വരുന്ന വഴികളിൽ നമ്മളെ വാഴക്കൃഷി, അതുപോലെ പുളി, തെങ്ങ് ഫുള്ളും നല്ല കിടിലായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ പറയുമ്പം ഈ വരുന്ന വഴിയിൽ നല്ല കുളിച്ച് വിടുമ്പോൾ പിന്നെ നമ്മൾ നടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. പക്ഷെ നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ. അപ്പം മറക്കരുത്. അഥവാ ഈ ഒഴുക്കിടൊക്കെ പാസ് ചെയ്ത് മിക്ക ആൾക്കാരും പോകുന്നുണ്ട്, റൈഡർമാരെല്ലാവരും. അപ്പം നല്ലൊരു പ്ലേസാണ്. തൊട്ടിപ്പാലം എന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടുത്തെ ഇതിൽ തൊട്ടിപ്പാലം എന്നാണ് സ്ഥലം പേര് പറയുന്നത്. പ്രോപ്പർ സ്ഥലം നമുക്ക് അറിയത്തില്ല. സ്ഥലം നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് വീണ്ടും തിരിച്ച് നമ്മളവിടുത്തുള്ള കുളത്തിൽ പോകണം. അവിടെ ആകുമ്പോൾ ആഴം കുറവാണ്. അപ്പോൾ അവിടെ നമുക്ക് കുളിക്കാനും കാര്യങ്ങളൊക്കെ ഇറങ്ങാം.
അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു കനാൽ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് ഇപ്പം വെള്ളം കുറവാണ്, പക്ഷെ കുറവാണെങ്കിലും ഇവിടെ ഇത് ഇപ്പം നിൽക്കുന്നതിനകത്ത് നല്ല ആഴമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാമറയ്ക്കകത്ത് നമുക്ക് കറക്റ്റ് ആഴം അറിയാൻ പറ്റുന്നത് വെച്ചാൽ കുറച്ചും കൂടി അടുത്ത് കണക്കി ഇരിക്കുക. അപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല ആഴമുണ്ട്. അതേപോലെ ഇപ്പം ഈ വരുന്ന വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ മേളിൽ കാണുന്ന ഒഴുക്കായിരിക്കത്തില്ല, അടിയിലെന്ന് പറയുമ്പം നല്ല ഫാസ്റ്റാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ചില സമയമൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ളും വെള്ളം കാണത്തില്ല, എം ടി ആയിരിക്കും. അഥവാ വെള്ളം വരുവാണെങ്കിൽ നല്ല ഒഴുക്കുമായിരിക്കും. നല്ല മഴയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഇതിൻ്റെയും കാട്ടി ഇരട്ടിയാണ്. പിന്നെ എന്ന് പറയുമ്പം നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ടോപ്പ് ഉണ്ടല്ലോ, ഈ ടോപ്പ് വരെ ഇവിടെ വെള്ളം നിറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇപ്പം നമ്മൾ ഈ തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഉള്ള ചെറിയൊരു വീഡിയോ ആണ്, നമുക്ക് ഫുള്ളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ നമ്മൾ ചില ഫസ്റ്റ് മണിയെങ്കിൽ വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി നമ്മൾ ടൈറ്റാണ്. അപ്പം അടുത്തൊരു ട്രാവൽ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ നമ്മൾ ഉടൻ തന്നെ വരും. ഇച്ചിരി നീണ്ടു പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ചാനൽ വരുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. അത്